ഹലോ ഗായ്സ്, അങ്ങനെ 10 ദിവസത്തെ കോയമ്പത്തൂർ സ്റ്റേക്ക് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ എൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് 10 ദിവസം എനിക്ക് സ്റ്റേ ചെയ്യുന്ന ശ്രീ റോയൽ ലേഡീസ് ഹോസ്റ്റൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 10-12 കിലോമീറ്ററിനുള്ളിലാണ്. വളരെ നീറ്റായിട്ട് നല്ല ഹെൽത്തി ഫുഡും കാര്യങ്ങളും വിൽക്കിയായിട്ടുള്ള നല്ലൊരു സർവീസാണ്. നല്ല സ്നേഹമുള്ളൊരു അക്കയാണ്. അഞ്ജലി അക്ക എന്നാണ് പേര്. പിന്നെ അബിത, ഹരിണി, പവിഷ്ണ, കാർത്തിക, അങ്ങനെ കുറേ അടിപൊളി നല്ല കമ്പനി, നല്ല കുറേ കൂട്ടുകാരെ പരിചയപ്പെടാൻ പറ്റി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി തമിഴ്നാട് കോയമ്പത്തൂരൊക്കെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അറൗണ്ട് ആയിട്ടാണ് ആരെങ്കിലുമൊക്കെ പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാം. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു സർവീസും കാര്യങ്ങളും എല്ലാമാണ്. സെക്യൂർ ആയിട്ടുള്ളൊരു നല്ലൊരു അന്തരീക്ഷവും പിന്നെ നമ്മൾ ഹോംലി ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഒറ്റയ്ക്കാണ് പോകുന്നത്, ലഗേജസൊക്കെ ആയിട്ട് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ 2 ബസ് മാറിക്കയറണം കേട്ടോ. അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ബസ് വരെ ഒക്കെയാണ് എന്നെ തന്നെ ഇറങ്ങി എന്നെ തിരിച്ച് വിളിച്ച് അവരുടെ സ്വന്തം വണ്ടിയിൽ എന്നെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടുള്ള ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുപോയി ഒരു 4-5 കിലോമീറ്റർ അപ്പുറമാണ് വരെ കൊണ്ടുപോയി. എന്നിട്ട് ഒത്തിരി എന്നാ പറയുക, ഒരു നല്ലൊരു ഹൃദയബന്ധം തോന്നി കേട്ടോ. തിരുപ്പൂർ പോയി മുട്ടയടിച്ചതാണ് അക്ക. അതാണ് തല മുട്ടയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ എന്നാണല്ലോ ഞങ്ങളങ്ങനെ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് പോകുന്നത്. ഇനിയും വരണം, കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സ്നേഹത്തോടെ ഒക്കെ എന്നെ യാത്രയാക്കിയത് കേട്ടോ. പിന്നെ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ എനിക്ക് 11:15 ട്രെയിനാണ്. അപ്പം എൻ്റെ ഒരു ആൻറ്റി അങ്കിൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി കേട്ടോ. പിന്നെയുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെന്നെ വന്ന് കറക്റ്റ് ടൈമിൽ പിക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ അവരുടെ കാറിലായിരുന്നു പിന്നെയുള്ള യാത്ര. സൺഡേ ആയതുകൊണ്ട് മുഴുവനും സൺഡേ മാർക്കറ്റ് മുഴുവനും കാണാൻ പറ്റി. ഗാന്ധിപുരം ഒരു കൊമേഴ്സ്യൽ സ്ട്രീറ്റാണ്. അപ്പം അതിൽ മുഴുവനും ഫുൾ ആക്റ്റീവായിരുന്നു കേട്ടോ. ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു കാണാൻ. ആ ഒരു എന്നാ പറയുക, നമ്മുടെ ഇവിടുത്തെ നർമ്മദയും പുളിമൂട്ടി സിൽക്സൊക്കെ പോലെയുള്ള വലിയ ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ, അവിടുത്തെയൊക്കെ ടെക്സ്റ്റൈൽസിൻ്റെ ഒരു തിരക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു. കാരണം അത്രത്തോളം തിരക്കും കാര്യങ്ങളുമായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആൻറ്റി അങ്കിളിനെയൊക്കെ കാണുന്നതും അവരുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുന്നതും ഒക്കെ തിരിച്ചു പോകാൻ നേരത്ത് ഒരുപാട് സ്വീറ്റ്സും പിള്ളേർക്ക് ടോയ്സും ഒക്കെ എനിക്ക് മേടിച്ച് തന്നു. ഒത്തിരി ഹാപ്പി ആയിട്ടാണ് പറഞ്ഞു വിട്ടത് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നല്ല അടിപൊളി കമ്പനീസാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയേ. വന്ന വഴിയും പോയ വഴിയൊക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പം ആൻറ്റി എനിക്ക് ആദ്യം തന്നെ എൻ്റെ വികാരം മനസ്സിലാക്കി എനിക്ക് കുത്തിരിച്ചോറ്, നല്ല കുത്തിരിച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പുളിശ്ശേരിയും തോരനും പിന്നെ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ആക്കി എനിക്ക് നല്ലൊരു അടിപൊളി ഊണൊക്കെ ആൻറ്റി തന്നു. ഊണൊക്കെ കഴിച്ച് അവിടെ ആൻറ്റിക്ക് 2 പിള്ളേരാട്ടോ, റൂത്തും റേബയ്ക്കയും. പിന്നെ അങ്കിളുടെ അമ്മയുണ്ടായിരുന്നു. ആൾ പണ്ടത്തെ ടീച്ചറൊക്കെയാണ്. എപ്പോഴും നല്ല ചിരിച്ച് നല്ലൊരു പോസിറ്റീവ് എനർജി ആട്ടോ. പിന്നെ തിരിച്ചു പോകുന്ന വഴി അവിടുത്തെ ഒരു അടിപൊളി സ്ട്രീറ്റാണ്, RS പുരം എന്ന് പറയും. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു അടിപൊളി സ്ട്രീറ്റാണ്. നമ്മുടെ പ്രത്യേകിച്ച് സൺഡേസിലൊക്കെ ആണെങ്കിൽ ഈവനിങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി വൈബാണ് അവിടെ. അവിടെ അവരുടുത്തെ ആൾക്കാർ പറയണ ഒരു എന്താ പറയുക, ഒരു ലണ്ടൻ സ്ട്രീറ്റ് അല്ലെ, അതുപോലെ അവരതിനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒത്തിരി നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കാലത്തേക്കാളും ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒത്തിരി എൻ്റർടൈനിങ് ആയിട്ട് ഒത്തിരി ഫെസ്റ്റിവൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആൾക്കാരാണ് കോയമ്പത്തൂരിലെ തമിഴ്നാട്ടുകാരെന്നൊക്കെ തോന്നി കേട്ടോ. അവരവരുടെ ജീവിതവും അവരവരുടെ കാര്യങ്ങളും നോക്കി അവർ ഏറ്റവും ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരാൾക്കാരായിട്ട് എനിക്ക് തോന്നിയത്. 10 ദിവസത്തെ ആണെങ്കിലും എന്നാലും എനിക്ക് തോന്നിയത് കുറച്ചുകൂടി നമ്മുടെ നാട്ടുകാരെക്കാളും കുറച്ചുകൂടി നല്ലതാണ് എന്ന് തോന്നിപ്പോയി. കാരണം നമുക്ക് ഏത് പാതിരാത്രിയും നമുക്ക് ധൈര്യമായിട്ട് ഏത് പെൺപിള്ളേർക്ക് ധൈര്യമായിട്ട് നടക്കാം. ആരും അങ്ങനെ പറയുക, ഒരു ചീത്ത രീതിയിൽ നോക്കാനോ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ഇതും തോന്നിയില്ല. കാരണം അത്രയും നമുക്കൊരു കംഫർട്ടബിളാണ് അവിടുത്തെ ഒരു രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും ആ വഴികളാണെങ്കിലും ആളുകളുടെ കാഴ്ചപ്പാടാണെങ്കിലും നോട്ടമാണെങ്കിലും ഒന്നും ഒരു നെഗറ്റീവായിട്ട് തോന്നിയില്ല.
അപ്പം അത് നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള പെൺപിള്ളേരൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി. 11:15 ട്രെയിൻ കേട്ടോ. ഞങ്ങളൊരു അരമണിക്കൂർ നേരത്തെ എത്തി. പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവിടെ നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി കാഴ്ചകൾ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യമാണ്. അവിടുത്തെ തമിഴ്നാടൻ കൾച്ചറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 11:15 ആയപ്പം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സമയം പാലിച്ചു നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നല്ല ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ സ്വന്തം കോട്ടയത്തിലേക്കുള്ള യാത്രയാണ്. ആൻറ്റിയോടും അങ്കിളിനോടൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മൾ കോട്ടയത്തേക്ക് പോയി. വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് പിന്നെ ഇച്ചായൻ്റെ കൂടെ സ്കൂട്ടറിൽ നേരെ നമ്മുടെ വീട്ടിലേക്ക്. ഇച്ചായനോട് പോകുന്ന വഴി കോയമ്പത്തൂർ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കോട്ടയം എന്ന് പറഞ്ഞ ഒരു ബോർഡ് റെയിൽവേയുടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ഒരു ഫീലിങ്സ് എന്ന്. അത് അങ്ങനെ ഞങ്ങൾ അവസാനം വീട്ടിലെത്തി കേട്ടോ. മക്കളെ കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ കൊച്ചു സ്വർഗത്തിലേക്ക് ചേക്കേറി. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെ ഞങ്ങളുടെ ആ കുഞ്ഞു സ്വർഗത്തിലേക്ക്.